നമസ്കാരം, ഞാൻ സന്തോഷ് രാജശേഖരൻ. ഡെയിലി ന്യൂസ് അറിയേണ്ട വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിൽ ശക്തമായ എതിർപ്പുള്ള രാജ്യങ്ങളുടെ ആയുധങ്ങൾ ഇന്ത്യക്കെതിരായി പ്രയോഗിക്കപ്പെടുന്നുണ്ടെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ലോകകപ്പ് ഫുട്ബോൾ മത്സരത്തിൽ മെക്സിക്കോ ആദ്യ വിജയം നേടിയതിനെ തുടർന്ന് അമേരിക്കയും കാനഡയും 13-ാം തീയതി ഇന്ത്യൻ സമയം പുലർച്ചെ 12:30 ലോകകപ്പ് ഫുട്ബോൾ മത്സരത്തിനിറങ്ങും. പുലർച്ചെ 6:30 USA-യും പരാഗ്വേയും ഏറ്റുമുട്ടും. രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക തള്ളിയതിനെതിരെ കോൺഗ്രസ് അംഗം മീനാക്ഷി നടരാജന്റെ ഹർജി സുപ്രീം കോടതിയും തള്ളി. നടൻ വിജയ് തമിഴ്നാട് മുഖ്യമന്ത്രിയായതിൽ ആവേശം കൊണ്ട് നടനും സംവിധായകനുമായ രാഘവ ലോറൻസും രാഷ്ട്രീയത്തിലിറങ്ങുന്നു. പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് റെയിൽവേ മെയിൽ സർവീസ് RMS നിർത്തലാക്കുന്നു. പകരം തപാൽ സർവീസിന്റെ വാഹനങ്ങളിലൂടെ റോഡ് ട്രാൻസ്പോർട്ട് നെറ്റ്വർക്ക് RTN ആരംഭിക്കും. തൃശൂരിൽ അപകടകരമായ മട്ടിൽ ബസ്സുകളിൽ ഡോർ തുറന്നിട്ട് സർവീസ് നടത്തിയതിന് KSRTC അടക്കം 45 ബസ്സുകൾക്ക് MVD എൻഫോഴ്സ്മെന്റ് പിഴയിട്ടു. വീടിനുള്ളിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന 16 വയസ്സുള്ള പെൺകുട്ടിയെ പീഡിപ്പിച്ചെന്ന പരാതിയിൽ യുവതിക്കെതിരെ കേസ്. കാസർഗോഡ് മേൽപ്പറമ്പിൽ താമസിക്കുന്ന കുട്ടിയെയാണ് തളിപ്പറമ്പ് സ്വദേശി സ്നേഹ മെർലിൻ എന്ന യുവതി പീഡിപ്പിച്ചത്. പോക്സോ കേസെടുത്ത് പോലീസ്. കോഴിക്കോട് മാവൂർ റോഡിൽ KSRTCയുടെ കാത്തിരിപ്പ് കേന്ദ്രത്തിലെ സീലിംഗ് അടർന്നു വീണ് 2 പേർക്ക് പരിക്ക്. ഇന്ന് പുലർച്ചെയായിരുന്നു സംഭവം. കണ്ണൂർ സ്വദേശി വെള്ളർവള്ളി കല്ലൻ വീട്ടിലെ ഗ്രീഷ്മയെ ബാംഗ്ലൂരിൽ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ഭർത്താവ് ലിപിൻ ലാൽ. 3 വർഷത്തിൽ കൂടുതലായി കരമൊടുക്കാത്തതിനാൽ പാലക്കാട്, ഷൊർണൂർ നഗരസഭകൾ CPM പാർട്ടി ഓഫീസുകൾക്ക് ജപ്തി നോട്ടീസ് പുറപ്പെടുവിച്ചു. നീറ്റ് പരീക്ഷയിൽ മാറ്റങ്ങൾ വരുത്തി NTA. പരീക്ഷാ സമയം 195 മിനിറ്റ് 3 മണിക്കൂർ 15 മിനിറ്റായി ഉയർത്തി. റഫ് പേപ്പറുകൾ 2 നിന്ന് 4 ആക്കും. ഈ മാസം 21-നാണ് പുനഃപരീക്ഷ. മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസിൽ വെള്ളാപ്പള്ളി നടേശൻ മുന്നറിയിപ്പ് നൽകിയവരെ അസഭ്യം പറഞ്ഞുവെന്നും വായ്പാ വിഹിതം കണക്കിൽപ്പെടാതെ കൈക്കൂലിയായി ചോദിച്ചുവെന്നും മുൻ SNDP യൂണിയൻ ഭാരവാഹികൾ മൊഴി നൽകി. നിപ്പ ബാധിച്ച് കോഴിക്കോട് രാമനാട്ടുകര സ്വദേശി 43 വയസ്സുകാരൻ ഗുരുതരാവസ്ഥയിലെന്ന റിപ്പോർട്ട്. സമ്പർക്ക പട്ടികയിൽ 77 പേർ ഉണ്ടെന്നും സൂചന. കൂടുതൽ അറിയേണ്ട വാർത്തകൾ അടുത്ത ഡെയിലി ന്യൂസ് ബുള്ളറ്റിനിൽ. നന്ദി, നമസ്കാരം.